പാദങ്ങൾ സർവദാ പൂപ്പൊന്നു ഞങ്ങൾ. സർവേശ്വരാ നിൻ പദങ്ങൾ സർവദാ വാഴ്ത്തുന്നു ഞങ്ങൾ. ആത്മചൈതന്യം ഏകുവതും നീ. സംഗമങ്ങൾ ഉന്നതരണേ എന്നെന്നും ഈ ധന്യ സംഗമങ്ങൾ ഉന്നതി നേടാൻ വരം തരണേ. സർവേശ്വര നിൻ പദങ്ങൾ സർവദാ വാഴ്ത്തുന്നു ഞങ്ങൾ. എൻ്റെ കർത്തവ്യം അതിൽ ഞാൻ സന്തോഷിക്കുന്നു. കണ്ണൂർ വേവ്സ് നീലാംബരി വേവ്സ് മ്യൂസിക് ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ KP ശ്രീശൻ അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേർന്ന കേരള നിയമസഭാ സ്പീക്കർ ബഹുമാനപ്പെട്ട AN ശംഷീർ അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹം ഡോക്ടർ സുകുമാർ എഴുതിക്കോട് സ്മാരക പുരസ്കാര സമർപ്പണം നിർവഹിക്കുന്നതാണ്. ശ്രീമതി ഇന്ദിരാബി അവരുടെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയൊരു സാംസ്കാരിക പരിപാടിക്ക് രൂപം കൊടുത്തത്. ആ ചടങ്ങിൽ വെച്ച് എന്നെ പ്രസിഡൻ്റായി സംഗീത കലാക്ഷേത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ശ്രീ ON ഗണേശനെ സെക്രട്ടറി ആയതുകൊണ്ട് നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ എല്ലാ വർഷവും കോവിഡ് കാലയളവിൽ 2 വർഷം നമുക്ക് ആ സാഹചര്യം കൊണ്ട് ഇവിടെ കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കണ്ണൂർ എക്കാലത്തെയും വലിയ സംഭാവന നൽകിയ ഡോക്ടർ സുകുമാർ എഴുതിക്കോടിൻ്റെ പേരിൽ ഒരു പുരസ്കാരം മികച്ച സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതുല്യ പ്രതിഭകൾക്ക് കൊടുക്കണം എന്ന് നമ്മുടെ ലിസ്റ്റിൻ്റെയും അതുപോലെ കമ്മിറ്റിയുടെ ഒക്കെ നിർബന്ധപ്രകാരം ഞങ്ങൾ ആ പുരസ്കാര ചടങ്ങ് ആരംഭിക്കുകയും കേരളത്തിലെ ഏറ്റവും തലം മുതിർന്ന പുരസ്കാര ജേതാക്കളായ ശ്രീകുമാരൻ തമ്പി, ഡോക്ടർ KJ കുമാർ, സിനിമ നടൻ മധു,
അതേപോലെ പിന്നെ സി രാധാകൃഷ്ണൻ, എം മുകുന്ദൻ, മജിഷ്യൻ ഗോപിനാഥ് മുതുകാട്, ടി പത്മനാഭൻ തുടങ്ങി പ്രഗത്ഭരായ എല്ലാ സാമൂഹ്യ സാംസ്കാരികമായ നേതാക്കൾക്കും ഞങ്ങൾ ഈ സുകുമാർ അഴീക്കോട് പുരസ്കാരം നൽകി വന്നിരുന്നു. ഇത്തവണ ഞങ്ങൾ ആലോചിച്ചു, ഇനി പ്രവാസി ലോകത്തിലുള്ള ഏതെങ്കിലും നല്ല എഴുത്തുകാരുണ്ടെങ്കിൽ അവരെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിൻ്റെ ഖ്യാതി വിദേശ നാടുകളിലേക്കും എത്തിപ്പെടണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവാസി എഴുത്തുകാരനും കുവൈറ്റിലെ കല എന്ന പ്രസിദ്ധമായ സംഘടനയുടെ മുഖ്യ ഭാരവാഹിയും അതുപോലെ കുവൈറ്റിലെ നല്ലൊരു എഴുത്തുകാരനുമായ മുംബൈയിൽ സ്ഥിരതാമസമാക്കുന്ന പ്രേമാട്ടനെ നേരത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുവാൻ വേണ്ടി ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിക്കുന്നു. ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ വളരെ സൗമനസ്സോടെ വിനയത്തോടെ അദ്ദേഹം അത് ഏറ്റുവാങ്ങാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രേമാട്ടന് 8ാമത് ഡോക്ടർ സുകുമാർ അഴീക്കോട് പുരസ്കാരം ഇന്നിവിടെ ഞങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ സ്പീക്കർ അദ്ദേഹത്തിന് വളരെ തിരക്കിട്ട പല പരിപാടികളുണ്ടായിട്ട് കൂടി ഞാൻ എങ്ങനെയായാലും ഏത് ദിവസവും 4 മണിക്ക് കറക്റ്റ് ഞാൻ എത്തിച്ചേരുമെന്ന് പറയുകയും 4 മണിക്ക് മുമ്പേ 5 നിമിഷം മുമ്പേ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത് നമുക്ക് വളരെയധികം ഒരു അഭിനന്ദനവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുപോലെ കണ്ണൂരിൻ്റെ പ്രിയങ്കരിയായ നമ്മുടെ പി ഇന്ദിര അവർ പല കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന പല ഐഡിയാസും അവർക്കുണ്ടെങ്കിലും അവർ നല്ല പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളും ഞങ്ങളുടെ സാംസ്കാരിക സംഘടനകളും എല്ലാ സഹായങ്ങളും ഇന്ദിരാ മേഡത്തിന് തുടർന്ന് നമ്മൾ ചെയ്തു കൊടുക്കും. അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കും ഉണ്ടാകണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രസ്ഥാനം ഇനിയും നല്ല രീതിയിൽ സുകുമാർ അഴീക്കോട് അവാർഡ് ദാനവും അതുപോലെ നമ്മുടെ കണ്ണൂർ വേസ്റ്റ് നീലാമ്പലിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളും തുടർന്നും നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുകുമാർ അഴീക്കോടിൻ്റെ ഓർമ്മയ്ക്കായി സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം നൽകുക എന്ന് പറയുന്നത് ആ ഒരു ഉത്തരവാദിത്വം നീലാമ്പലി മ്യൂസ് ഏറ്റെടുക്കുക എന്ന് പറയുന്നതും വലിയ ഒരു കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമ പ്രാധാന്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുകുമാർ അഴീക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം കണ്ണൂരിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് തന്നെ പറയാവുന്ന ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരു സാഹിത്യകാരനും നിരൂപകനും ചിന്തകനും ഒക്കെ ആയിരുന്ന സുകുമാർ അഴീക്കോട് എപ്പോഴും നമ്മുടെ കണ്ണൂരുകാർക്കും അതുപോലെ എഴുത്തുകാർക്കും എഴുത്ത് സാഹിത്യ ലോകത്തിന് തന്നെ ഒരു അത്ഭുത പ്രതിഭാസം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് അവരുടെ അധ്യാപനം കുട്ടികളെ പഠിപ്പിക്കുന്ന അറിവ് പകർന്നു നൽകുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആത്മാർത്ഥതയും സാഹിത്യ ലോകത്തിന് അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനയും പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്. ആരുടെ മുഖത്ത് നോക്കിയും എന്തും പറയാവുന്ന ധൈര്യവും അത് സത്യസന്ധമായി അനീതിക്കെതിരെ പോരാടാനുള്ള ശക്തിയും കരുത്തുമുള്ള ഒരു എഴുത്തുകാരനും നിരൂപകനും ഒക്കെയാണ് സുകുമാർ അഴീക്കോട് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയിലാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുരസ്കാരം ഇവിടെ സമർപ്പിക്കുന്നത്. ആ പുരസ്കാരത്തിന് ഒരുപാട് 8ാമത് പുരസ്കാരമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏറെ ആ ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രസക്തി എത്രത്തോളം വലുതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ്. 1ാമത് സുകുമാർ അഴീക്കോട് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ശ്രീ കെ ജയകുമാർ IAS അവർക്കാണ്. അതോടൊപ്പം തന്നെ എം മുകുന്ദൻ, ശ്രീകുമാരൻ തമ്പി,
ശ്രീ നടൻ മധു, ശ്രീ ടി പത്മനാഭൻ, ശ്രീ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഗോപിനാഥ് മുതുകാട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ അവാർഡ് ഒരു ആദരവ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രസക്തമാണ്. എന്തായാലും ഈ ഒരു സാംസ്കാരിക സംഘടന കണ്ണൂരിന് മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും നല്ല രീതിയിൽ നല്ല പേരും പ്രശസ്തിയും ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും അതുപോലെ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ കണ്ണൂരിന് ഈ സാംസ്കാരിക ലോകത്ത് തന്നെ ആ മേഖലയ്ക്ക് തന്നെ നല്ല ഒരു പുത്തൻ ഉണർവും ആവേശവും പകരാനും പുതുതലമുറയെ അതിലേക്ക് ആകർഷിക്കാനും കഴിയുന്ന തരത്തിൽ നല്ല ഒരു ശക്തിയായി വളരാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂർ വേവ്സ് കലാ സാംസ്കാരിക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെതാണ് ഈ അവാർഡ്. ചില കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ വളരെ തെറ്റിദ്ധരിക്കരുത്. ബഹുമാനപ്പെട്ട മേയറോട് ബഹുമാനവും ആദരവും. പക്ഷേ ഇത്തരമൊരു ചടങ്ങിൽ ഓർഡർ ഓഫ് പ്രസിഡൻസ് ഉണ്ട്. ഓർഡർ ഓഫ് പ്രസിഡൻസിൻ്റെ ഒരു ലംഘനം ഇവിടെ നടന്നുവെന്നുള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ആവർത്തിക്കും. അതുകൊണ്ട് മാത്രം ഞാനിവിടെ പറയുന്നത് സാധാരണ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. പക്ഷേ ചെറിയ പ്രായം മുതൽ കാണുന്ന ആളുകളായതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ അജ്ഞത അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം. ഇഗ്നറൻസ് എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ചടങ്ങിനെ ക്രമീകരിച്ചത്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ഒരാളെ അയാൾ ചെറുതായിരിക്കാം, പക്ഷേ സ്ഥാപനം വലുതാണ്. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളെ കൊണ്ടുവന്ന് ഇങ്ങനെയൊരു ചടങ്ങിൻ്റെ ഓർഡർ തന്നെ തെറ്റിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം ഞാനിവിടെ പറയുന്നത് നാളെ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സ്ഥാനത്തൊക്കെ കഴിയാൻ പോകുന്നതാണ്. അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിക്കണം. സമീകൃത്യത പാലിക്കാനുള്ള കാരണം പൊതുവിൽ സ്പീക്കർ ഒരു സമീകൃത്യത പാലിക്കേണ്ട പോസ്റ്റാണ്. അതുകൊണ്ടാണ്, മറ്റു പരിപാടികൾ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ എത്തിയത്. നിയമസഭാ സമ്മേളനം 9 മണി മുട്ടുമ്പോൾ സഭ തുടങ്ങും. 8:58 ചീഫ് മാർഷൽ സ്പീക്കറെ കൊണ്ടുവന്ന് സ്പീക്കർ ഡയസിന് പിന്നിലെ ചെയറിൽ കൊണ്ടുവന്നിട്ട് കോഫി റൂമിൽ കൊണ്ടുവന്നിരുത്തിക്കും. 9 മണി മുട്ടുമ്പോൾ സെറിമോണിയലായി സ്പീക്കർ സഭയിലേക്ക് വരുന്നു എന്ന് അറിയിക്കുകയും 9 മണിക്ക് സഭ ആരംഭിക്കുകയും ചെയ്യും. ക്ലോക്കിൽ 9 മണി മുട്ടി എന്നറിയാൻ, അല്ലെങ്കിൽ സമയം നോക്കാതെ നിയമസഭ 9 മണിക്ക് തുടങ്ങിയെന്ന് അർത്ഥം 9 മണി ആയി എന്നാണ്. അതുകൊണ്ട് സമയകൃത്യത അങ്ങനെ ഒരു 3.5 വർഷം കൊണ്ട് ആ രീതിയിലേക്ക് സമയകൃത്യത ഒരാളായി മാറാൻ സാധിച്ചു. ഏതായാലും ഞാൻ ഇനിയും നിങ്ങളെ നശിപ്പിക്കുന്നില്ല. ഇതിനകത്ത് ചില തെറ്റായ കാര്യങ്ങൾ കണ്ടു എന്നുള്ളത് സൂചിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമാണ്. സുകുമാർ അഴീക്കോട് ഞങ്ങളൊക്കെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ഇന്ത്യയിലെ പ്രസംഗകലയിലെ സിനിമ ദർശനം, സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ലോകത്തെമ്പാടുമുള്ള മലയാളിക്ക് സുപരിചിതമായ ഒരു നാമമാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ ഒരു പുരസ്കാരം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തെ ഓർക്കാൻ, അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഇത്തരം അവാർഡുകൾ ഏർപ്പെടുത്താൻ സംഘാടകർ കാണിച്ച ആ മനസ്സിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സുകുമാർ അഴീക്കോട് എന്നത് കേരളത്തിലെ മനുഷ്യർക്ക് ഒരിക്കലും മലയാളി ജീവിക്കുന്നിടത്തോളം കാലം മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേരാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നുകൂടിയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ താമസം തൃശ്ശൂരിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ പ്രസംഗം പലപ്പോഴും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തതാണ്. ഒപ്പം വളരെ കൃത്യമായ വിമർശനം, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എന്നും തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയായിരുന്നു സുകുമാർ അഴീക്കോട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനും എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കേണ്ട.
സുകുമാർ അഴീക്കോടിന്റെ പരിപാടി പങ്കെടുക്കുമ്പോൾ വെട്ടിത്തുറന്ന അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകുന്നതുകൊണ്ട് മാത്രമേ സൂചിപ്പിച്ചത്. ഏതായാലും ഏവരും ആദരിക്കുന്ന ബഹുമാനപ്പെട്ട സുകുമാർ അഴീക്കോടിന് അദ്ദേഹത്തിന്റെ ഒരു പുരസ്കാരം ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല, പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. വളരെ പ്രൗഡാണ്. ഞാൻ കൂടി പഠിച്ച ക്യാമ്പസിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക്, ഒരു അലുമിനിക്കാണ് ഈ അവാർഡ് കിട്ടിയതെന്നുള്ളതിനേക്കാൾ സന്തോഷമാണ്. അത് കൊടുക്കുക അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥി നിലയ്ക്ക് എനിക്ക് അവസരം ലഭിച്ചുള്ള സന്തോഷമായ കാര്യമാണ്. അത് ഞാൻ രമേശേട്ടോട് നന്ദി പറയുകയാണ്. പ്രേമൻ അദ്ദേഹം പ്രവാസ ലോകത്തായിരുന്നു, അവിടെ ബിസിനസ് ചെയ്യുന്നു. ഒപ്പം സാഹിത്യം, കലാ സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമാണ്. കലയുടെ പ്രവർത്തകരാണ്, മുംബൈ ബേസ്ഡ് ആണ്. ഒരു ബിസിനസ് മാൻ കം ഒരു ലിറ്ററേച്ചർ രംഗത്ത് കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി എന്നുള്ളത് സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. പൊതുവിൽ നമുക്കറിയാം സാഹിത്യത്തെ, കലയെ എല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഒപ്പം വിമർശനാത്മക ചിന്തയെ നാം പ്രോത്സാഹിപ്പിക്കണം. കാരണം സുകുമാർ അഴീക്കോട് വിമർശനാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിച്ച ആളായി. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയാം. ആ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് സുകുമാർ അഴീക്കോട്. അതുകൊണ്ട് തന്നെ വിമർശനാത്മക ചിന്തയെ നാം പ്രോത്സാഹിപ്പിക്കണം. വിമർശനം ഈ രാജ്യത്തെ ജനങ്ങൾ, ഈ രാജ്യത്ത് ഇപ്പോഴത്തെ ഭരണകൂടം അംഗീകരിക്കുന്ന കാര്യമാണ്. വിമർശിക്കുന്നവരെ കുറഞ്ഞു കിടക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം തന്നെ വിയോജിക്കുക. വിയോജിക്കാൻ ഏത് പോലും അവകാശമുണ്ട്. വിയോജിപ്പിനെ ഇല്ലാതാക്കാൻ സൈലൻസ് ഓണർ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് സുകുമാർ അഴീക്കോടിനപ്പോൾ ആളുകൾ പ്രവർത്തിച്ച എന്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ടത്. ഇവിടെ വർഗീയത ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ ഭരണഘടന എത്രക്കാലം നിലനിൽക്കും എന്ന ആശങ്ക നിങ്ങളെപ്പോലെ പങ്കുവെക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ആശങ്ക പങ്കുവെക്കുമ്പോൾ ഞാൻ ഓപ്റ്റിമിസ്റ്റാണ്, ശുഭാപ്തി വിശ്വാസമുള്ളതാണ്. കാരണം ഈ രാജ്യത്തിന്റെ ജനിതക ഘടനയ്ക്ക് ഒരു പ്രത്യേകതയാണ്. ആ ജനിതക ഘടന എല്ലാ കാലത്തും എറഗൻസിനെ, ധാർഷ്ട്യത്തെ ചോദ്യം ചെയ്യുന്ന നാടാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഏറെക്കാലം ഈ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കൂടെ നിലനിൽക്കാൻ സാധിക്കില്ല. അത് ജനങ്ങൾ ജനകീയ പ്രതിഷേധത്തിലൂടെ, ജനകീയ പ്രതിരോധത്തിലൂടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന് നൽകുന്ന എല്ലാ അവകാശങ്ങളുമുണ്ട്. ഈ രാജ്യം മതനിരപേക്ഷമാണ്, സെക്യുലറാണ്. സെക്യുലർ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് മതമില്ല, പക്ഷെ അതിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് മതമാവാം. ഈ രാജ്യം സെക്യുലറാണ്. ഈ രാജ്യം ഇൻക്ലൂസീവ്നെസിന്റെ രാജ്യമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ, എക്സ്ക്ലൂസീവ് അല്ല. ഇൻക്ലൂസീവ്നെസിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ. പക്ഷെ നിർഭാഗ്യവശാൽ ഇൻക്ലൂസീവ്നെസ് അല്ല ഇവിടെ വേണ്ടത്, പകരം എക്സ്ക്ലൂഡ് ചെയ്യുക, ആളുകൾ ഒഴിവാക്കുക. ആ രീതിയിലേക്കുള്ള പ്രവർത്തനം ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് ചർച്ച ചെയ്യുക. ദളിതന്മാർ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, ന്യൂനപക്ഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ദളിതുകളെയും ന്യൂനപക്ഷങ്ങളെയും ഈ രാജ്യത്ത് നാട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നു. ഈ രാജ്യം എല്ലാവരുടേതുമാണ്. ഈ രാജ്യം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെതുമാണ് രാജ്യം. ആ രാജ്യത്തെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിനെതിരെ ചെറുത്തുനിൽപ്പ് ഉയർന്നുവരിക ചെയ്യണം. ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഭരണകൂട സംവിധാനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുക. പ്രതീക്ഷ വെക്കുന്ന ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറി പ്രതീക്ഷ ഞങ്ങൾക്ക് അവിടെയാണ് റേ ഓഫ് ഹോപ്പ്. പ്രതീക്ഷയുടെ കിരണങ്ങൾ നാം അവിടെ കാണുകയാണ്. ചില ഘട്ടങ്ങളിൽ നിരാശകരമായ രീതികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പക്ഷെ പ്രതീക്ഷയ്ക്ക് അവിടെ തന്നെ നമ്മൾ കാത്തു നിൽക്കുന്ന ആ നിലയിലേക്ക് തീർച്ചയായും ഈ സുകുമാർ അഴീക്കോടിന്റെ ഓർമ്മകളിലൊന്ന ഈ അവാർഡ് സെറിമണിയിൽ നമുക്ക് എടുക്കേണ്ട പ്രതിജ്ഞ ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്തെ മതനിരപേക്ഷ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്തെ പൗരന്റെ എല്ലാ അവകാശങ്ങൾക്കുള്ള സംരക്ഷണം കൂടുതൽ കരുത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാതെ പ്രിയപ്പെട്ട പ്രേമട്ടന് അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ഇവിടെ നൽകി കഴിഞ്ഞു. അവാർഡ് നൽകിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു.
നൽകപ്പെട്ടത് കേരളത്തിലെ മഹാപ്രതിഭകൾക്കാണ് എന്നിവിടെ ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു. ഈ പ്രാവശ്യം കേരളത്തിന് പുറത്തു നിന്നുള്ള സാഹിത്യരചന നടത്തുന്ന എഴുത്തുകാർക്കാണ് ഈ അവാർഡ് പരിഗണിച്ചത്. അങ്ങനെയാണ് ഈ അവാർഡ് എന്നിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തും മലയാളവും സാഹിത്യവും ഉണ്ടെന്ന അടയാളപ്പെടുത്തലിലൂടെയാണ് കണ്ണൂർ ബേസ് ഈ ഒരു തീരുമാനത്തിലൂടെ നടത്തിയതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആദ്യമായി ഞാൻ കണ്ണൂർ ബേസിൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. ഈ അവാർഡ് എനിക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് എൻ്റെ കലാലയത്തിൻ്റെ കൂടെ ഉൽപ്പന്നമായ കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ A.M. ഷംസീറിൽ നിന്നാണെന്നത് എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരേ കാലത്ത് എൻ്റെ വളരെ ജൂനിയറായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. പക്ഷെ അദ്ദേഹം അത് സ്മരിച്ചു എന്നത് എനിക്കേറെ അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ കോർപ്പറേഷനിലെ തിരക്ക് പിടിച്ച തിരക്കുകൾക്കിടയിൽ ഈ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത് ഈ അവാർഡ് ദാന ചടങ്ങിനെ ധന്യമാക്കിയ മേയർ പി ഇന്ദിരയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുകയാണ്. പ്രിയമുള്ളവർ, കഥകളാണ് മനുഷ്യരെ ഒരുമിപ്പിച്ചത്. കഥയില്ലാത്തവരായി ആരുമില്ല. ചിലരത് പകർത്തിവെക്കുന്നു, ഭൂരിപക്ഷവും അത് അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഒരാൾ വീട് കഴിയുമ്പോൾ അയാളുടെ കഥകളിൽ നിന്നും അവൾ കഥയില്ലാത്തവളാണെന്നൊക്കെ നാം പറയുന്നു. ഏറ്റവും ഉത്കൃഷ്ടമായ പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് ജീവിതമാണെന്ന് പറയാറുണ്ട്. അത് നാം എല്ലാ ദിവസവും വായിക്കുന്ന ഒരു പുസ്തകമാണ്. പുസ്തകങ്ങളിൽ ഇല്ലാത്തതൊന്നും ജീവിതത്തിലില്ല, ജീവിതത്തിലില്ലാത്തതൊന്നും പുസ്തകങ്ങളിലുമില്ല. രണ്ടും പരസ്പര ബന്ധിതമാണ്. സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം അന്യനെ അറിയുക എന്നതാണ്. അന്യ ജീവികളിലേക്ക് പടരുക എന്നതാണ്. എങ്ങോ മർത്യൻ ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർത്യൻ ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുന്നു, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താണ്. ലോകത്തെവിടെയും മനുഷ്യൻ സഹനങ്ങൾ അനുഭവിക്കുമ്പോൾ ആ സഹനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എഴുത്തുകാരൻ രചനയിലേക്ക് തിരിയുന്നത്. അപ്പോഴാണ് സാഹിത്യത്തിൻ്റെ ഉത്കൃഷ്ടമായ മൂല്യം അനുഭവപ്പെടുന്നത്. മലയാളത്തിലെ സാത്വിക ഭാവം എൻ്റെ ഗുരുനാഥ കൂടിയായ ഡോക്ടർ M. ലീലാവതി ടീച്ചർ 97ാമത്തെ വയസ്സിൽ ഈ കഴിഞ്ഞ ഓണ സദ്യയ്ക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത് നാം ഓർക്കുന്നുണ്ടാകും. എനിക്ക് ഈ സദ്യ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല, കാരണം ഗസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണിയിൽ നിലവിളി എൻ്റെ കാതിൽ മുഴങ്ങുന്നു. ഇതിനെയാണ് നാം മാനവികത എന്ന് പറയുന്നത്. ഇവിടെയാണ് നാം സാഹിത്യത്തെ കണ്ടെത്തുന്നത്. എൻ്റെ ആദ്യ കഥാസമാഹാരം അധിനിവേശകാലത്തെ പ്രണയം എന്നാണ് അതിൻ്റെ പേര്. ആക്രമണ കാലത്തെ പ്രേമ എന്ന പേരിൽ അത് കന്നഡയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും തരംഗ, ഉദയവാണി എന്നീ കന്നഡ വാരികകളിൽ കഥകൾ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഭീകര വിരുദ്ധ യുദ്ധങ്ങൾ എന്ന പേരിൽ അമേരിക്കൻ പട്ടാളം തച്ചു തകർത്ത പശ്ചിമേഷ്യയുടെ യാതനകളിൽ നിന്നാണ് ഈ കഥാസമാഹാരത്തിൻ്റെ പ്രമേയങ്ങൾ ഞാൻ രൂപപ്പെടുത്തിയെടുത്തത്. ഗുവാണ്ടനാമോ എന്ന കഥ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥയാണ്. അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ നഗരത്തിൽ ആശുപത്രി അത്യാസം എന്ന നിലയിൽ തൻ്റെ പിതാവിനായി ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്ന് വാങ്ങാൻ നഗരത്തിലൂടെ ഓടുകയായിരുന്ന 15 വയസ്സുകാരൻ ജവാദ്. പട്ടാള നിയമപ്രകാരം ഓടുന്നവൻ കുറ്റവാളികൾ, അപകടകാരനാണ്. അവർ ജവാദിനെ പിടികൂടി എത്തിപ്പെട്ടത് ഗുവാണ്ടനാമോ തടവറയിൽ. എന്നാൽ ജവാദിനെ അവർ പീഡിപ്പിച്ചില്ല. അവൻ കൊച്ചായതുകൊണ്ടല്ല അവൻ പീഡിപ്പിക്കാതെ, പക്ഷേ അവരുടെ പദ്ധതികൾ വേറെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം തടവറയിൽ നിന്നും വിട്ടയക്കപ്പെട്ട ജവാദിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, താങ്കൾ കാബൂളിലേക്കാണോ തിരിച്ചു പോകുന്നത്? ജാവേദിൻ്റെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു.
അല്ല, ഞാൻ ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. അയാൾക്കപ്പോൾ CIA അംഗത്വം ലഭിച്ചിരുന്നു. അയാളുടെ മസ്തിഷ്കം അവർ മാറ്റിവെച്ചിരുന്നു. മുംബൈയും ഡൽഹിയും ബാഗ്ദാദും കുവൈറ്റും ലണ്ടനും എല്ലാം വായനയ്ക്ക് 11 കഥകളായി ഈ സമാഹാരത്തിൽ എത്തുന്നു. മഹാകവി P. കുഞ്ഞിരാമന് പുരസ്കാരം ലഭിച്ച ഈ പുസ്തകത്തിൻ്റെ 4ാം പതിപ്പ് ഈ കഴിഞ്ഞ ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി പിറന്ന മണ്ണിൽ ചവിട്ടി നിൽക്കാൻ ഒരു പിടിമണ്ണിനായി പൊരുതുന്ന ഒരേ ഒരു ജനതയെ ഈ ഭൂമുഖത്തുള്ളൂ. അതിൻ്റെ പേരാണ് പലസ്തീൻ. പലസ്തീനിൽ ജനങ്ങൾ മരിക്കുന്നത് വീണ്ടും ജനിക്കാനാണ്. അവർ സമരമുഖത്തേക്ക്, മരണത്തിലേക്ക് അനന്തമായ ഒഴുക്ക് തുടരുക. മനുഷ്യത്വം മരവിച്ചു പോകുന്ന പലസ്തീനിൻ്റെ തെരുവുകളിൽ നിന്നാണ് പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം എന്ന പ്രമേയം രൂപപ്പെടുത്തിയത്. കേവലമായ പലസ്തീൻ പ്രമേയം മാത്രമല്ല, പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം ചർച്ച ചെയ്യുന്നത് ഭൂമുഖത്ത് നിന്നും പുറത്താക്കപ്പെട്ടു പോകുന്ന സകലരുടേതുമാണ്. യഥാർത്ഥത്തിൽ നാം എല്ലാം പുറത്താക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, രാജ്യത്തിൽ നിന്ന്, എന്തിനും ഈ ഭൂമിയിൽ നിന്ന് തന്നെ. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യൻ ഭാഷകളിലെ തന്നെ ആദ്യത്തെ പലസ്തീൻ പ്രമേയമായ പുസ്തകമാണ് പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകം എന്ന് അവതാരികയിൽ AEN അഭിപ്രായപ്പെട്ടത് വളരെ ശ്രദ്ധേയമാണ്. പുസ്തകത്തിൻ്റെ അറബി വിവർത്തനം ദിവാൻ അൽ മത്രുദ്ദീൻ എന്ന പേരിൽ ഷാർജ അന്തർദേശീയ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തുകൊണ്ട് ജെറുസലേം യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ അറബി സാഹിത്യകാരനുമായ ഡോക്ടർ സമീർ അൽ-ജുന്ദി പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഞാൻ വിചാരിച്ചത് ഇന്ത്യ ഒരു മുസ്ലിം വിരുദ്ധ രാജ്യമാണെന്നാണ്. അവിടെ പലസ്തീൻ സമരഗാഥകൾ പ്രമേയമാകുന്ന നോവൽ ഉണ്ടായതെന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അറബിയിൽ നന്നായി വായിക്കപ്പെട്ട ഈ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് ഈയിടെ പുറത്തിറങ്ങുകയുണ്ടായി. വളരെ അപൂർവമാണ് മലയാളത്തിൽ നിന്നും അറബിയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകങ്ങളുടെ തുടർ പതിപ്പുകൾ വരുന്നത്. അറബിയിലെ ബുക്കർ പ്രൈസ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സയ്യിദ് അവാർഡിൻ്റെ ലോങ് ലിസ്റ്റ് ഈ പുസ്തകം ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നത് എന്നെ ഏറെ അഭിമാനപൂരിതമാക്കുന്നു. പ്രമുഖ അറബി എഴുത്തുകാരനും കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ ഫണ്ട് അംബാസഡറുമായ ഡോക്ടർ അബ്ദുൽ മൊഹസിൻ അൽ ആസ്മിയാണ് അതിൽ പുസ്തകത്തിന് അറബിയിൽ അവതാരിക എഴുതിയത്. ഇംഗ്ലീഷ് പരിഭാഷ ദ ഡിസ്പൊസസ്ഡ് എന്ന പേരിൽ പ്രമുഖ കോളമിസ്റ്റും എഴുത്തുകാരനുമായ ഭവാനി ചീരത്ത് ആണ് നിർവഹിച്ചത്. ഇപ്പോൾ ലണ്ടനിലെ പെൻഗ്വിൻ ബുക്സിൻ്റെ പരിഗണനയിലാണ് ഈ ഇംഗ്ലീഷ് എഡിഷൻ. വായിക്കപ്പെടുകയും ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത പുതിയ നോവൽ നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ, മുംബൈ നഗരത്തിൻ്റെ ഉള്ളകങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണ്. നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കെട്ടുകഥകളല്ലാത്ത നഗര ജീവിതങ്ങളെ കണ്ടുമുട്ടുന്നതാണ് ഈ വായനയെ വ്യത്യസ്തമാക്കുന്നത്. നഗരത്തിൻ്റെ ഉൽപ്പത്തിയോളം നീണ്ടു ചെല്ലുന്ന ചരിത്രാഖ്യാനങ്ങളും സ്വാതന്ത്ര്യ സമരവും ഗാന്ധിയും വിനയവും വിഭജന വ്യഥകളും എല്ലാം വായനയിലേക്ക് എത്തുന്ന പുസ്തകമാണ് നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ. വിഖ്യാത നോവലിസ്റ്റ് ജെയിംസ് ജോയ്സ് ഡബ്ലിൻ നഗരത്തെ അധികരിച്ചെഴുതിയ ഒരു നോവലാണ് യുലീസസ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്തെങ്കിലും ഈ ഡബ്ലിൻ നഗരം അപ്രത്യക്ഷമായി പോയാൽ ആ നഗരം പുനർനിർമ്മിക്കാനുള്ള ബ്ലൂ പ്രിൻ്റായിരിക്കും എൻ്റെ യുലീസസ് എന്ന നോവൽ. എന്നെങ്കിലും അത് മുംബൈ നഗരം അപ്രത്യക്ഷപ്പെട്ടു പോയാൽ അത് പുനർനിർമ്മിക്കാനുള്ള ബ്ലൂ പ്രിൻ്റായിരിക്കും നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് മുംബൈയിൽ നടന്ന ചർച്ചകളിൽ വിലയിരുത്തപ്പെട്ടത് ഏറെ അഭിമാനകരമായി എനിക്ക് അനുഭവപ്പെട്ടു. 2 നൂറ്റാണ്ടോളം രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിലാവാൻ കാരണം 2 ബോംബെ മലയാളികളാണെന്ന് അറിയാവുന്നവർ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. സാധാരണമായ ചരിത്ര വായനയ്ക്ക് വളരുന്ന ഒരു വിവരമല്ല അത്. എന്നാൽ നഗരത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ മുംബൈയുടെ ചരിത്രത്തിൻ്റെ അടലുകളിലേക്ക് ഒരു കടന്നുചെല്ലൽ നടത്തിയിട്ടുണ്ട്. അതിന് എനിക്ക് കിട്ടിയത് ലണ്ടനിൽ ലൈബ്രറിയിൽ നിന്നുള്ള വിവരങ്ങളാണ്. അത് നമ്മളുടെ ലൈബ്രറികളിൽ അത് അവൈലബിൾ അല്ല. കൊച്ചിയിൽ നിന്നും കുരുമുളകും ഏലവും മുംബൈയിൽ എത്തിച്ച് കച്ചവടം നടത്തുന്ന 2 മലയാളികൾ. ഈ 2 മലയാളികൾ കാരണമാണ്
ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരാൻ കാരണം. കൊച്ചിയിൽ നിന്നും കുരുമുളക്, ഏലം ബോംബെയിൽ എത്തിച്ച് കച്ചവടം എന്ന 2 മലയാളികൾ ബ്രിട്ടീഷ് കച്ചവടക്കാർ ലണ്ടനിൽ നിന്നെത്തി ഹോൾസെയിലായിട്ട് അവരിൽ നിന്നാണ് വാങ്ങുന്നത്. ഒരിക്കൽ കുരുമുളകിന് 2 ശീലം വില വർദ്ധിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അതിൽ പ്രതിഷേധിച്ചു. അവർ അത് അംഗീകരിച്ചില്ല. പ്രതിഷേധ സൂചകമായി അവർ കുരുമുളക് വാങ്ങാതെ ലണ്ടനിലേക്ക് തിരിച്ചു. അവർ 7 കച്ചവടക്കാർ ലണ്ടനിൽ ഒത്തുകൂടുകയും അവർ അവിടെ ഒരു കമ്പനി രൂപീകരിക്കുകയും ചെയ്തു. ഒരു കപ്പലുമെടുത്ത് അവർ തിരിച്ച് ബോംബെയിലെത്തി. ആ കപ്പലിൻ്റെ ചുവരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പിന്നീടുണ്ടായത് ചരിത്രം. സ്വർണ്ണമഴ പെയ്ത ഒരേ ഒരു രാജ്യമേ ലോകത്തുണ്ടാകും. അത് ആലങ്കാരിക പ്രയോഗം അല്ല. സത്യത്തിൽ സ്വർണം മഴ പെയ്തിരുന്നു ബോംബെയിൽ. 1944 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ബോംബെ തുറമുഖത്ത് ഒരു കപ്പലെത്തി, ബ്രിട്ടീഷ് കപ്പൽ. അതിൽ നിറയെ കോട്ടനായി പരുത്തി. താന ഫാക്ടറികളിലേക്ക്, തുണിമില്ലുകളിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന പരുത്തിക്കെട്ടുകളായിരുന്നു അത്. ധാരാളം കപ്പലുകൾ തുറമുഖത്ത് അടുത്തതിനാൽ 1-2 ആഴ്ച ഈ കപ്പലിന് ബർത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ഏപ്രിൽ മാസമായതിനാൽ കടുത്ത ചൂടിൽ ഈ പരുത്തിക്കെട്ടുകൾക്ക് തീ പിടിച്ചു. യുദ്ധകാലമായതിനാൽ അതിൻ്റെ രഹസ്യ അറയിൽ വെടിമരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വെടിമരുന്നിന് തീ പിടിക്കുകയും കപ്പൽ പൊട്ടിത്തെറിച്ച് മുംബൈയുടെ ആകാശത്ത് പറക്കുകയും ചെയ്തു. അതിൽ മറ്റൊരു രഹസ്യ കാർഗോ കൂടി ഉണ്ടായിരുന്നു. സ്വർണ്ണ നാണയങ്ങളും വെള്ളികളുമായിരുന്നു. അത് അക്കാലത്ത് രൂപയുടെ വില ഇടിഞ്ഞത് പരിഹരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്തയച്ചതായിരുന്നു ഈ വിലയേറിയ ടൺ കണക്കിന് സ്വർണവും വെള്ളിയും. എന്നാൽ ഈ പൊട്ടിത്തെറിയിൽ സ്വർണവും വെള്ളിയും ബോംബെയുടെ ക്രാഫ്റ്റ് മാർക്കറ്റിലും വീട്ടി സ്റ്റേഷനിലും ഒക്കെ പറന്നു വീഴുകയാണ് ഉണ്ടായത്. അത് അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ആളുകളെല്ലാം പരിചയത്തിൽ അവർ കൊണ്ടുപോവുകയുണ്ടായി. ഇതും ചരിത്രത്തിൽ അങ്ങനെ പെട്ടെന്ന് വായിച്ചാൽ കിട്ടാവുന്ന ഒരു വിവരമല്ല. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ ഈ പുസ്തകത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിപ്ലവവും പ്രണയവും വ്യവസ്ഥിതിയെ മാറ്റിപ്പണിയാൻ ഇറങ്ങിത്തിരിച്ച ഒരു മലയാളി യുവാവിൻ്റെ അമ്പരപ്പിക്കുന്ന ജീവിതയാത്രയാണ് യഥാർത്ഥത്തിൽ ഈ നോവലിൻ്റെ കഥ. ആദ്യമായി ഒരു മലയാളം നോവൽ ഹിന്ദി സിനിമയ്ക്ക് കഥയാവുന്ന ഒരു പ്രത്യേകത കൂടി ഈ നോവലിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത 2-3 മാസത്തിനകം ഈ സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളിലേക്ക് പോകുന്നതായിരുന്നു. അതൊരു വലിയ ബജറ്റ് കമ്പനിയാണ് ഈ നോവൽ എടുത്തിരിക്കുന്നത് എന്നുകൂടി അഭിമാനവും ഞാൻ നിങ്ങളെ അറിയിക്കാനാണ്. പതിറ്റാണ്ടുകളായുള്ള നഗരജീവിതമാണ് എന്നെ എഴുത്തുകാരനാക്കിയത്. തുർക്കിഷ് എഴുത്തുകാരനും നോബൽ പ്രൈസ് ജേതാവുമായ ഓർഹാൻ പാമൂക്ക് പറയുന്നുണ്ട്, ഇസ്താൻബുൾ എന്ന നഗരമില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എഴുത്തുകാരനാവുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ എനിക്കും പറയാനാവും, മുംബൈ എന്ന നഗരമില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എഴുത്തുകാരനാവുമായിരുന്നില്ല. എനിക്ക് ഈ എഴുത്ത് യാത്ര തുടരാനുള്ള അപാരമായ ഊർജമാണ് കണ്ണൂർ വേഴ്സ് ഈ അവാർഡ് തന്നതിലൂടെ എനിക്ക് നൽകിയിട്ടുള്ളത്. ഈ അവിസ്മരണീയ അനുഭവം സമ്മാനിച്ച കണ്ണൂർ വേഴ്സിൻ്റെ സാരഥികൾക്ക്, പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡന്റ് KP ശ്രീശൻ, എൻ്റെ അളവറ്റ കൃതജ്ഞത അറിയിക്കട്ടെ. നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ ദശകങ്ങളായി കണ്ണൂരിൻ്റെ സാംസ്കാരിക ആഘോഷങ്ങൾക്ക് അപാരമായ സംഘാടക മികവ് ചാർത്തുന്ന ശ്രീശൻ്റെ ആശയത്തെ സ്വീകരിക്കാത്ത സാഹിത്യ കലാരംഗത്ത് മലയാളത്തിൽ ആരുണ്ടാവില്ല എന്ന് ഞാൻ തീർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എഴുത്തിൽ എന്നെ ഏറെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനും സംവിധായകനും ബന്ധകാരനുമൊക്കെയായ ശ്രീ PM അഷ്റഫ്. അദ്ദേഹം കൈരളി ചാനൽ അവതരിപ്പിച്ചിരുന്ന ഗൾഫ് സ്കെച്ച് എന്ന ഗൾഫ് മലയാള ജീവിതത്തിൻ്റെ പരിച്ഛേദം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ അറിയിക്കുന്നതോടൊപ്പം ഒരു ഞായറാഴ്ചയുടെ ഒരുക്കി വെച്ച തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഏറെ വിദൂരതയിൽ നിന്ന് പോലും, അതായത് എൻ്റെ നാട്ടിൽ നിന്ന് പോലും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എനിക്കൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ മുഖേരി
എൻ്റെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും എൻ്റെ അകൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ സുകുമാർ അഴീക്കോടിൻ്റെ ജീവചരിത്രം ഈ ഹാളിൽ വെച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സാരഥികളായ പ്രസിഡന്റ് ശ്രീ രത്നകുമാറും മറ്റ് സെക്രട്ടറി അവരോട് ആദ്യമായി നന്ദി പറയുകയാണ്. അതിൻ്റെ പുസ്തകം ഇതുപോലെ വലിയൊരു പ്രൗഢമായ സദസ്സിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അഴീക്കോടിൻ്റെ അവാർഡ് കിട്ടുമ്പോൾ അത് എൻ്റെ ഓർമ്മയിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. കണ്ണൂർ വെയിൽസ് തുടക്കത്തോട്ട് തന്നെ സുകുമാർ അഴീക്കോടിനെ ആദരിക്കുന്നത്, അവാർഡുകൾ നൽകി ആദരിക്കുന്നതിൽ കണ്ണൂരിലെ ഏക സംഘടനയാണ്. ഏക സംഘടന എന്ന് പറയുമ്പോൾ പല സംഘടനകളുടെ അഴീക്കോടിൻ്റെ പേരിൽ. പക്ഷേ ഇങ്ങനെ ഈ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം എല്ലാ എഴുത്തുകാർക്കും ജീവിച്ചിരിക്കുന്ന എല്ലാ എഴുത്തുകാർക്കും കൊടുത്തു. ടി പത്മനാഭൻ, ശ്രീ എം മോഹനൻ തൊട്ട് പ്രഗത്ഭനായ സീതാകൃഷ്ണൻ തൊട്ട് എല്ലാവരും കൊടുത്തിരുന്നു. പിന്നെയാണ് അവരെ പ്രവാസി എഴുത്തുകാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ഈ നെഹ്റു ലൈബ്രറിയുടെ അധിപന്മാരായ 2 പേർ വേദിയിലുണ്ട്. അവരോട് എനിക്കുള്ള റിക്വസ്റ്റ്, ഒരു ലിറ്റററി ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അപ്പം അതിൽ ഞാൻ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. സംഘാടകരുടെ പലപ്പോഴും ഞാൻ ഒരു തവണ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, അല്ല നിർദ്ദേശം വെച്ചിരുന്നു, പ്രവാസി എഴുത്തുകാർക്ക് ഒരു സെഷൻ കൊടുക്കണം. 2 പേർക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് നടപ്പിലായി. ഇനിയെങ്കിലും പ്രവാസി എഴുത്തുകാർക്ക് ഒരു സെഷൻ കൊടുത്തുകൊണ്ട് കണ്ണൂർ വെയിൽസ് തുടങ്ങി വെച്ച നല്ല ഉദ്യമം വളരെ മനോഹരമായി നടപ്പിലാക്കണമെന്ന് പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും മറ്റുള്ളവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ വിധത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പലരും ഗൾഫിലേക്ക് എത്തുന്നത്. ഞാനവിടെ 15 വർഷം ഗൾഫ് ഫോക്കസ് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു നേരിട്ട് ടിവിയിൽ. അതിൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ഒരുപാട് ജീവിതത്തിൻ്റെ ദുരന്തങ്ങളും മുഖങ്ങളും ഒക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. ആ ദുരന്തങ്ങളും മുഖങ്ങളൊക്കെ കണ്ട് ഇവിടെ നാട്ടിലെത്തുന്നവർ നല്ല സ്പ്രേ അടിച്ച് നല്ല പൗഡർ ഒക്കെ പൂശി വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും കരുതുന്നത് അവിടെ ഭയങ്കര സുഖമുള്ള സമയമാണ്. പക്ഷെ ഭയങ്കര കഠിനമായ ജീവിതമാണ്. ഏകദേശം 50 ലക്ഷത്തോളം UAE-യിലും സൗദി അറേബ്യയിലും അടക്കം 50 ലക്ഷത്തോളം മലയാളികളവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ ഒരു 3 കുട്ടിയാൽ ഒരു ഫാമിലിയിലെ 3 പേർക്ക് കൂട്ടിയാൽ 1.5 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു മേഖലയാണ്. ഈ കഠിനമായ ജോലിയും അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ ഇപ്പോൾ ബിസിനസ് ആയാലും ഏത് മേഖല വളരെ കോമ്പറ്റീഷനുള്ള 150-200 രാജ്യങ്ങളിൽ ആൾക്കാർ ജോലി എടുക്കാൻ വരുന്ന സ്ഥലമാണ് ഈ ഗൾഫ് രാജ്യം. 200 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഭക്ഷണവും കിട്ടും. ലോകത്ത് കിട്ടാവുന്ന എല്ലാ സംസ്കാരത്തെയും കാണാൻ പറ്റും. അവിടെ പലസ്തീനും ഇസ്രായേലും അല്ലെങ്കിൽ ഇറാനും ഇറാഖിയും അമേരിക്കക്കാരും എല്ലാം ഒന്നിച്ച് ഒരു കക്ഷി കിടക്കുന്ന ഒരു രാജ്യങ്ങളാണ്. അപ്പം അവിടുത്തെ വൈവിധ്യങ്ങളെ കുറിച്ച് ഒരുപാട് കഥകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ എത്തുന്നില്ല. ഇവിടെ ഉള്ള ആളുകൾ തന്നെ ചർമ്മിക ചർമ്മണമായിട്ട് മോഹബന്ധവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. ഒരു അസ്വസ്ഥ വരുന്നത് ശബ്ദം ആ ഒരു കാലമാണത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളികൾ ഈ പ്രവാസം എന്ന് കേൾക്കുമ്പോൾ പ്രവാസി വ്യവസായി യൂസഫിലെ പോലുള്ള വ്യവസായികൾ മാത്രമേ കാണുള്ളൂ, എഴുത്തുകാരെ കാണില്ല. അവിടെ എഴുതുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം രാവിലെ 5 മണി 6 മണിക്ക് തുടങ്ങി ഒരു 8-9 മണി നമുക്ക് ശവം പോലെയാണ് റൂമിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയം നോക്കിക്കൊണ്ടാണ് സമയം കണ്ടെത്തിക്കൊണ്ടാണ് അവർ എഴുതുന്നത്. ആ എഴുത്തിനെ വേണ്ട വിധത്തിൽ കേരളത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ദുഃഖസത്യമാണ്. എഴുത്തിൻ്റെ മേഖല ഉള്ള ആളാണ് ഉണ്ടായിരുന്നത്. ഞാൻ സിനിമ മേഖലയിൽ പോയപ്പോൾ റിലീഫുണ്ട്. കാരണം ഇവിടെയുള്ള എഴുത്തുകാർ പലപ്പോഴും അവർക്കായി ഒരു ഗ്രൂപ്പ് അല്ലെ അവരുടേതായ ആൾക്കാർ അവരെ മാത്രം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ലാതെ പുറമേ ഒരാൾ വരുമ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ വെച്ച് ആക്രമിക്കുന്ന വരി മാറ്റി നിർത്തുന്ന സ്വഭാവമുണ്ട്. അത് മാറി വരണം. ആ മാറി വരാനുള്ളൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് കണ്ണൂർ വെയിൽസ്. അതുകൊണ്ട് ഞാൻ കണ്ണൂർ വെയിൽസിനെ
ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെ പ്രേമനില്ലത്ത് എന്ന് പറയുന്ന ഒരു പ്രവാസിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പലസ്തീൻ പ്രശ്നം രൂക്ഷമായ കാലഘട്ടത്തിൽ ആ പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ 10-15 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് പലസ്തീനിലെ ജനങ്ങൾ, അതായത് ഒരു കുഞ്ഞ് പ്രസവിച്ച് വീഴുമ്പോൾ, പലസ്തീനിലെ ഒരു കുഞ്ഞ് പ്രസവിച്ച്, സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞ് പ്രസവിച്ച് വീഴുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകും ഒരു കുഞ്ഞ് പ്രസവിക്കുമ്പോൾ. പക്ഷേ പലസ്തീനിൽ ഒരു കുഞ്ഞ് പ്രസവിച്ച് വീട് കഴിഞ്ഞാൽ ആ വീട്ടുകാർ മുഴുവൻ കരയുക. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇനി എത്ര കാലം ജീവിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുന്നത്. ആ ഒരു വസ്തുതയാണ് പലസ്തീനിലെ പുറത്താക്കപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്ന പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ചുള്ള പ്രേമനില്ലത്തിൻ്റെ പുസ്തകം. അതിലുടനീളം പലസ്തീനിലെ ഇത് എഴുതുന്നത് പലപ്പോഴും പ്രവാസത്തെക്കുറിച്ചുള്ള നോവലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് അവിടെ പോയിട്ടല്ല. ഇത് പലസ്തീൻ പ്രശ്നത്തെ അറിയാവുന്ന പ്രേമന്റെ സ്പോൺസറായിട്ടുള്ള UN സെക്യൂരിറ്റി കൗൺസിൽ മെമ്പറായ അദ്ദേഹത്തിൽ നിന്നുള്ള വിവരങ്ങളാണ്. പലസ്തീനുകളായി സംസാരിച്ചുണ്ടാക്കിയ വിവരങ്ങളാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം 10, 30, 40 വർഷമായി ജീവിക്കുന്ന മുംബൈയെ കുറിച്ചുള്ള നഗരത്തിന്റെ മാനിഫെസ്റ്റോ എന്ന പുസ്തകം. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 5 വർഷം ഈ പുസ്തകത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്, റിസർച്ച്, ഗവേഷണം നടത്തിയിട്ടുണ്ട്. എനിക്ക് മുംബൈയെ കുറിച്ച് ആധികാരികമായി ഉള്ള മലയാളത്തിലെ ഏക നോവലാണ് നഗരത്തിന്റെ മാനിഫെസ്റ്റോ. ഞാനത് 2 തവണ വായിക്കേണ്ട വന്നു. കാരണം ഒരു തവണ വായിച്ചപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി അതിൽ ആ നഗരത്തിന്റെ എല്ലാ മോശവശങ്ങളും, അതിന്റെ സൗന്ദര്യവും, അതിന്റെ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള അംശം പോലും അതിൽ സൗന്ദര്യം കാണുന്ന ബോംബെക്കാരാണ്. മുംബൈയിൽ നിങ്ങൾ പോയാൽ കാണാം, നടന്നു പോകുമ്പോൾ മലിനജലം ഒഴുകുന്നുണ്ടാവും. വീടുകൾ തൊട്ടടുത്ത മലിനജലത്തിന് അപ്പുറം ഇപ്പുറമായിട്ടുണ്ടാവും. അവിടെ അവരെ ചെറിയൊരു വീട്ടിൽ 5-6 ഫാമിലി ഉണ്ടാവും. ഒരു വൃത്തിയില്ലാത്ത ഫാമിലി, പക്ഷെ അവരൊക്കെ സന്തുഷ്ടരാണ്. അവരോടൊന്നും ബോംബെ വിട്ടിട്ട് പോകാൻ പറഞ്ഞാൽ പോയില്ല. ബോംബെക്ക് ഒരു, അതായത് ഭാസ്കര മാഷ് നഗരമേ നന്ദിയിൽ പറഞ്ഞ പോലെ നഗരം നഗരം മഹാസാഗരം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലൊരു ചിരിക്കുന്നു കരയുന്നു എന്ന് പറയുന്ന പാട്ടിൽ തന്നെ വശ്യ മനോഹരത, വശ്യ സൗന്ദര്യം മുംബൈക്കുണ്ട്. നിങ്ങൾ മുംബൈയിലെ ഒരാളോടും ഇപ്പൊ പ്രേമനില്ലത്തിനോട് അദ്ദേഹത്തിന്റെ നാട്ടില് താമസിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പറയും മുംബൈയോട് ഇല്ല. എത്ര വൃത്തികേടുണ്ടെങ്കിലും എന്തോ ഒരു ആകർഷശക്തി മുംബൈക്കുണ്ട്. അവിടുത്തെ അധോലോകങ്ങളെ കുറിച്ചുള്ള കഥയുണ്ടെങ്കിലും, അവിടെയുള്ള മയക്കുമരുന്ന് മാഫിയ, അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ എൻസൈക്ലോപ്പീഡിയാണ് ശരിക്കും പറഞ്ഞാൽ മുംബൈയെ കുറിച്ചുള്ള. അത് വായിച്ചു കഴിഞ്ഞാൽ മുംബൈ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള എല്ലാ ഭാഗങ്ങളും ഇതിലുണ്ട്. ഈ പുസ്തകം മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തെ കുറിച്ചുള്ള, ഈ നമ്മുടെ SK പൊറ്റക്കാടിന്റെ തെരുവിന്റെ കഥ പറയുമ്പോഴും, ഒരു ദേശത്തിന്റെ കഥ പറയുമ്പോഴും, ഒരു വലിയ മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം. ആ തലസ്ഥാനത്തെ കുറിച്ചുള്ള ആധികാരികമായ ഒരു ഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ സുകുമാർ അഴീക്കോടിന്റെ അവാർഡ് ശ്രീ പ്രേമനില്ലത്തിന് നൽകിയതിൽ കണ്ണൂർ വേവ്സിൽ നന്ദി പറയുകയും പ്രേമനില്ലത്തിന് ഇനിയും കൂടുതൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവാർഡ് ദാനാണ്. നമ്മുടെ പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയും പ്രസംഗികനുമായിട്ടുള്ള സുകുമാർ അഴീക്കോടിൻ്റെ പേരിലുള്ള അവാർഡ് നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ നേടിയിരിക്കുകയാണ്. എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു പുസ്തകമാണ് നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ. ഈ പ്രേമൻ ഇല്ലത്ത് എന്ന് പറയുന്ന മനുഷ്യനെ ഞാനൊരു മാസം മുന്നേ അഷ്റഫാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും അഷ്റഫയും തലശ്ശേരി പോവാണ്. തലശ്ശേരി പോകുമ്പോൾ പ്രേമനില്ലത്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ സംസാരിക്കുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം സാധാരണ ഒരു എഴുത്തുകാർ കണ്ണൂർ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു എഴുത്തുകാരെന്നുള്ള പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോകുമ്പോൾ ഈ പ്രേമനില്ലത്ത് ഞങ്ങളോട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനിഫെസ്റ്റോ, നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന പുസ്തകം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ സിനിമയായി വരാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മൾ ഷോനെ അല്ലെങ്കിൽ ദിൽവാനെ ദുൽഹാനെ ലേ ജായെങ്കിൽ അതേപോലെ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമായിട്ട് ഇതിനെ ഹിന്ദി, അതായത് ബോംബെയിലുള്ള
ഹിന്ദി ചർച്ചയായിരിക്കില്ല എന്തായാലും. അവര് ഈ മലയാള പുസ്തകത്തിനെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും ഒക്കെ വേർത്ത് നാശാവുകയാണ്. അത് ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ കൂടെയാണോ ഞാൻ ഇരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ടും അവിടെ ഈ ബോംബെയിലുള്ള സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് ലോക സിനിമകളാണ് അവിടുന്ന് ഒക്കെ വരുന്നത്. ഹിന്ദി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സിനിമകൾ തന്നെയാണ്. ലോക സിനിമകളോട് ചാലഞ്ച് ചെയ്യുന്ന സിനിമകളാണ്. അവിടെയാണ് നമ്മളൊരു മലയാള പുസ്തകം കഥയായി വന്നു അത് സിനിമയായി മാറുന്നത്. അപ്പൊ ആ എഴുതപ്പെട്ട ആളെ ഒന്ന് നമ്മൾ തൊടുക എന്ന് പറയുന്നത്, ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വലിയ ഒരു എന്താ പറയുക അനുഭൂതി, എന്താ അനുഗ്രഹവും എന്തോ നേടുന്നത് പോലെ തന്നെയാണ്. അപ്പൊ ഞാൻ പതുക്കെ പരിചയപ്പെട്ടതേ ഉള്ളൂ. പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു റോള് അതിൻ്റെ അന്ന് നിങ്ങൾക്ക് ശരിയാക്കി തരാൻ വേണ്ടി പറ്റുമെന്ന് തമാശണ്ടായിരുന്നു. അത് നമുക്ക് ആലോചിക്കണം. അത് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ്. നമുക്ക് ഇത്തരത്തിൽ ഒരു വേദി കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ചോദിച്ചിട്ടില്ലെങ്കിൽ മോശമാണ്. അപ്പം ഞാൻ ചോദിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്കതില്ലാത്ത സിനിമയിൽ അഭിനയിക്കാൻ ഒരു റോള് വേണമെന്ന്. അപ്പം ആഗ്രഹങ്ങൾ നമ്മൾ മൂടി വെക്കാനുള്ളതല്ല, ആഗ്രഹങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിക്കുന്നില്ല. ഈ മാനിഫെസ്റ്റോ എന്നുള്ള പുസ്തകത്തിന് എന്തുകൊണ്ടും വേവ്സ് നൽകിയ ഈ അംഗീകാരം 100% അർഹതപ്പെട്ട തന്നെയാണ്. ഞാൻ ദീർഘിക്കുന്നില്ല. നമ്മുടെ ഈ എന്താണ് പറയണ്ടേ, ഭിന്നശേഷി കുട്ടികളുടെ കുറെ കലാപരിപാടികൾ ഇവിടെ നടക്കാനുണ്ട്. അവരുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെന്നെ വേവ് ചെയ്യുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് മക്കൾക്ക് സ്റ്റേജ് നമ്മൾ വിട്ടുതരുന്നത്. അതേപോലെ തന്നെ മറ്റുള്ള അവാർഡീസിനെയും ഞാൻ അങ്ങേറ്റ ആശംസകൾ തരാണ്. അതേപോലെ വേവ്സ് എനിക്ക് ഇതേപോലെ ഒരു വേദി ഇവിടെ സംസാരിക്കാൻ തന്നതിന് വേവ്സിനും ഞാൻ അഭിനന്ദനങ്ങൾ പറഞ്ഞു. ജയ് ഹിന്ദ്. പ്രസിഡന്റ് ശ്രീ KP ശ്രീജൻ, അതുപോലെ തന്നെ വേവ്സിന്റെ സെക്രട്ടറി ശ്രീ രമേശ് വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായൊരു പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ 8 വർഷത്തിലധികമായി സാംസ്കാരിക രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിയ വേവ്സിന്റെ ഭാരവാഹി ഞാൻ പ്രത്യേകം അനുമോദിക്കുക. നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമാണ്. കാരണം മികച്ച രീതിയിലുള്ള ആസൂത്രണവും നവീനതയൊക്കെ ഇല്ലെങ്കിൽ ആളുകൾ നമ്മുടെ പരിപാടികൾ പങ്കെടുക്കൽ വളരെ കുറവായിരിക്കും. അപ്പോൾ വേവ്സിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നവീനതയും അതുപോലെ തന്നെ നല്ല ആസൂത്രണവും നല്ല ഉൾക്കാഴ്ചയുള്ള സാംസ്കാരിക പരിപാടികൾ നടത്താൻ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം അതിൻ്റെ ഒരു അനുഭവം ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായി കണ്ണൂർ ആകാശവാണിയും ജവഹർലാൽ പബ്ലിക് ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിച്ച കണ്ണീര് സ്വപ്നങ്ങൾ 100 കണക്കിന് ആളുകളാണ് ഈ ഹാളിൽ ഒഴുകിയത്. അതുപോലെ തന്നെ നമ്മുടെ ലിറ്റററി ഫെസ്റ്റ്, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി നമ്മൾ നടത്തിയ ലിറ്റററി ഫെസ്റ്റ് ഈ ഹാൾ നിറഞ്ഞ് കവിയുകയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് സംബന്ധിച്ചിടത്തോളം കോവിഡിന് ശേഷം നമ്മുടെ ആസ്വാദകരുടെ അഭിരുചി മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ കയ്യിലെ മൊബൈൽ വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടി അതാണ് ഇന്നിപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത്. സാംസ്കാരിക ചടങ്ങ് ആളുകൾ വളരെ കുറഞ്ഞു വരിക. എന്തോ നമ്മുടെ സംഘാടകരുടെ ഒരു മികച്ച പ്രവർത്തനം കൊണ്ടാണ് ഈ ഹോള് നിറഞ്ഞ് നിൽക്കുന്നത് ഇന്നിപ്പോൾ. ഇത് വലിയ സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ്. ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ. നേരത്തെ EM അഷറഫ് സൂചിപ്പിച്ചവരുടെ ഞങ്ങളുടെ ലിറ്റററി ഫെസ്റ്റ് മെയ് 17, 18, 19 ഇവിടെ നടക്കുക. അവിടെ ഞങ്ങളൊരു സെഷൻ പ്രവാസി സാഹിത്യകാരന്മാരുടെ സംഗമം ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും അത് ഞങ്ങളെ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വേവ്സിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഇന്നിവിടെ സുകുമാർ അഴീക്കോടിന്റെ അവാർഡ് സ്വീകരിച്ച പ്രേമനില്ലത്തിനും അതുപോലെ തന്നെ കണ്ണൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നമ്മുടെ ശ്രീ മോഹൻ പീറ്റേഴ്സ്, അതുപോലെ തന്നെ ഷാഹിൻ പള്ളിക്കണ്ടി, ശ്രീ രമേശ് തുടങ്ങിയവരെ ഇവിടെ ആദരിക്കുകയുണ്ടായിട്ടുണ്ട്. അവരെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ്
നമ്മുടെ റീവ്സിൻ്റെ രക്ഷാധികാരികൾ എന്നോട് പറഞ്ഞു. കാരണം ഇവിടെ ഈ പുസ്തകത്തെ കുറിച്ച് അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ പ്രേമൻ ഇല്ലത്ത് തന്നെ പുസ്തകത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഷ്റഫ് ഖാൻ എന്നും മറ്റുള്ളവരും ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നിശ്ചിതമായ ഒരളവ് വരെ നീളമുള്ള ഒരു ഗദ്യകഥ എന്നാണ് E.M. ഫോസ്റ്റർ നോവലിനെ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 1882 ആർച്ച് ഡിക്കൻസൺ കോശിയുടെ പുല്ലാരി കുഞ്ചു സാമൂഹിക വിഷയങ്ങളിലൂന്നിയ നോവൽ എന്ന സാക്ഷാത്കാരം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മലബാറിൽ ഇന്ദുലേഖയും അതുപോലെ തന്നെ ആദ്യത്തെ നോവലായിട്ടുള്ള കുന്തലതയും ഇതൊക്കെ തന്നെ പാശ്ചാത്യ നോവലുകളെ പിൻപറ്റിക്കൊണ്ടാണ് നോവൽ രചന നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ എന്ന അതായത് ധർമ്മരാജ മാർത്താണ്ഡവർമ്മയുടെ പശ്ചാത്തലത്തിൽ ആ കാലത്തിലെ ഭരണത്തിൽ അന്ന് സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നിങ്ങനെയുള്ള ചരിത്രാഖ്യായികകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നഗരത്തിന്റെ മാനിഫെസ്റ്റോ എന്ന ഈ നോവലിലേക്ക് കടക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ എല്ലാ രീതിയിലും അത് നമുക്ക് വായിച്ചു പോകുമ്പോൾ ചരിത്രാഖ്യായികൾ, അതോടൊപ്പം തന്നെ ആത്മകഥ, ജീവചരിത്രം, ഇത് ഏത് കൂട്ടത്തിലേക്ക് നമുക്കിതിനെ കൂട്ടാം. ഇതൊരു നോവലാണെങ്കിലും കാരണം ആ രീതിയിലേക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ നോവൽ നമ്മുടെ മുന്നിലേക്ക് പ്രേമനിൽ എത്തിച്ചത്. അതിലുപരിയായിട്ട് സിനിമാറ്റിക് റൈറ്റിംഗ് ആണ്. സിനിമാറ്റിക് റൈറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ദൃശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചനകൾ നിർവഹിക്കുക എന്നുള്ള അതിസാഹസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചരിത്രത്തിന്റെ പിൻപറ്റിയിട്ടുള്ള കാര്യങ്ങളെ അതിന്റെ ഒരു കഥാപാത്രങ്ങളിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ട് അതിന് ഒരു കഥാപരമായിട്ടുള്ള ഒരു ആഖ്യാനം കൊടുക്കുകയും സിനിമാറ്റിക് അതായത് ദൃശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചനകൾ നിർവഹിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രയാസമേറിയ ഒരു പ്രക്രിയയാണ് നോവൽ രചനയിൽ ശ്രീ പ്രേമനില്ലത്ത് നിർവഹിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ പറയാതെ വയ്യ. യഥാർത്ഥത്തിൽ അത് എത്തേണ്ടിടത്ത് എത്തുമ്പോഴാണ് ഇവിടെ പറഞ്ഞ ഈ സിനിമ എന്നൊക്കെ ഉള്ള സാങ്കേതത്തിലേക്ക് ഇത് മാറപ്പെടുന്നത്. കാരണം ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആർക്കൈവ് അതടക്കം പരിശോധിച്ച് അതിലേക്ക് കഥാപാത്രങ്ങൾ സമന്വയിപ്പിച്ച് അതിന് ശരിക്ക് ഒരു ക്ലൈമാക്സ് കാര്യങ്ങൾ സിനിമന്റെ ഒരു 10-15 ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒരു നോവൽ, അതായത് തിരക്കഥയിലേക്ക് കടക്കുമ്പോൾ ഒരു തിരക്കഥാ രചയിതാവിന് കൂടുതലൊന്നും പണി എടുക്കാതെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഒരു റൈറ്റർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ആടുജീവിതത്തിന്റെ കർത്താവായിട്ടുള്ള ബെന്യാമിൻ, ആ ബെന്യാമിൻ എന്താണ് ചെയ്തത്? ബെന്യാമിൻ ചെയ്തത് നമ്മുടെ ഗൾഫ് പശ്ചാത്തലങ്ങളിൽ, അതായത് പ്രവാസി പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു കഥാകൃത്തുക്കളും ദർശിക്കാത്ത ചില ജീവിതാഖ്യായികൾ ഈ ആടുജീവിതത്തിലേക്ക് പകർത്തിയപ്പോഴാണ് ആടുജീവിതം ഒരു വലിയ സംഭവമായിട്ട് മാറുന്നത്. നമ്മുടെ ബെന്യാമിൻ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ ആടുജീവിതം ഒരു വലിയ സംഭവമായിട്ട് മാറുന്നതിന് മുമ്പ് ഈ ബെന്യാമിനെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ രചനകൾ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ?
ഈ ഊഷരഭൂമിയിൽ നിന്ന്, ഗൾഫിന്റെ ഊഷരഭൂമിയിൽ നിന്ന് വളരെയേറെ നരക ജീവിതം അനുഭവിച്ചു പോകുന്ന നജീബിന്റെ കഥ നമ്മുടെ മുന്നിൽ വളരെ തന്മയത്വത്തോട് കൂടിയിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് ഇത് എന്റെ കഥയല്ലേ എന്നുള്ള രീതിയിലേക്ക് ആ നജീബിന്റെ കഥ വളരെയേറെ നമ്മുടെ അനുവാചകരുടെ ശ്രദ്ധയിലേക്ക് പതിക്കപ്പെട്ടത്. ഇതുതന്നെയാണ് പ്രേമനിലെത്തും ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ ഈ നോവലിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം നിമിത്തം പോലീസിന്റെ നോട്ടപ്പുള്ളിയായി മാറുകയും താൽക്കാലിക രക്ഷക്കായി കോഴിക്കോട് നിന്നും പച്ചക്കായി കയറ്റി വരുന്ന ഒരു ട്രക്കിൽ ബോംബെയിലെ ഒളിസാങ്കേതത്തിൽ എത്തുകയും ചെയ്ത ഡാനിയൽ എന്ന ചെറുപ്പക്കാരനിലൂടെയാണ് നോവൽ ഇതൾവിരുന്നത്. അപ്രതീക്ഷിതമായ ഒരു സംഭവ നിമിത്തം നിരപരാധിയാണെങ്കിലും ഡാനിയൽ കൊലക്കേസിൽ പ്രതിയാവുകയും താനെ സെൻട്രൽ ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് പരിചയപ്പെടുന്ന സഹതടവുകാരനായ ഹംസാബായിയുടെ സഹായത്താൽ പുറത്തിറങ്ങുന്ന ഡാനിയൽ എത്തപ്പെടുന്നത് ബോംബെ അധോലോകത്തിലാണ്. സംഭവ ബഹുലമായ ഡാനിയലിന്റെ പിന്നുള്ള ജീവിതം, അതിനുശേഷം നഗര ജീവിതത്തിനിടയിൽ വിവിധ വേഷങ്ങൾ അയാൾക്ക് അണിയേണ്ടി വരുന്നു. ചിലപ്പോഴൊക്കെ അയാളെ മാറോട് ചേർക്കുന്ന നഗരം മറ്റു ചിലപ്പോൾ നിഷ്കരുണം ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യും. ഒടുവിൽ ഒരു വൈദികന്റെ വിശുദ്ധി മേലങ്കി അണിയാൻ അവസരമുണ്ടാക്കുകയും ആരും ആശ്രയമില്ലാത്ത അനാഥ ജന്മങ്ങൾക്ക് സ്വാന്തന മരുളി തന്റെ കർമ്മകാണ്ഡം പൂർത്തീകരിച്ച് വിടവാങ്ങുകയും ചെയ്യുന്നു. അച്ഛനോട് പിണങ്ങി തൊഴിലന്വേഷകനായിട്ട് ബോംബെയിലെത്തിയ ഭാഗ്യനാഥന്റെ ജീവിതം മറ്റൊരു ക്യാരക്ടറാണ്. നഗരത്തിലെ ഒരു മിഡിൽ ക്ലാസ് മലയാളിയുടെ സമാനമാണ്. ചെറിയ ജോലിയിൽ തുടങ്ങി പടിപടിയായി ഉയർന്ന നഗരത്തിന്റെ ഭേദപ്പെട്ട നിലയിലെത്തിയ ഭാഗ്യനാഥനിലൂടെ ഔദ്യോഗിക രംഗത്ത് വ്യാപരിക്കുന്ന മലയാളികളടക്കമുള്ള കുറെ ആളുകളെ പരിചയപ്പെടുന്നത്, ജോലി നേടിയെത്തി പിന്നീട് സ്വന്തമായി സ്ഥാപനം തുടങ്ങി പലർക്കും ജോലി കൊടുക്കുന്ന തൊഴിലുടമയായി മലയാളി ഇക്കൂട്ടത്തിലുണ്ട്. നഗരത്തിൽ മലയാളികൾക്ക് അടുത്തറിയാവുന്നവരും സാമ്യമായ കഥാപാത്രങ്ങളാണ് ഈ നോവലിൽ പലരും. ഹരിഹരൻ പൂഞ്ഞാർ, നാണപ്പൻ മഞ്ഞപ്ര, ഡോക്ടർ ഐശ്വര്യ തുടങ്ങി ചിലരൊക്കെ ശരിയായ പേരിൽ തന്നെ നോവലിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനിത് ഇങ്ങനെ കുറിപ്പാക്കി വെക്കുവാൻ സാധ്യം, ഞാൻ നോർമയിൽ നിന്ന് എടുത്തു പറയുമ്പോൾ വളരെയേറെ സമയമെടുക്കും. നമുക്കറിയാം, എല്ലാവർക്കും സമയം വളരെ ഹ്രസ്വമാണ്. അതുകൊണ്ട് അതിന്റെ ഹൈലൈറ്റുകളൊക്കെ നമുക്ക് വിട്ടുപോകുന്നതിനാണ് ഞാൻ കുറിപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുംബൈ ഹൃദയഭൂമിയിൽ സഞ്ചരിക്കുന്ന ഈ നോവൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നു. അതായത് ചരിത്രാഖ്യായിക. മുംബൈയുടെ ചരിത്രങ്ങൾ പലതും ഈ നോവലിൽ സൂക്ഷ്മതലത്തിൽ ഇതൊരു പഠന ഗ്രന്ഥമായി മാറാതിരിക്കാൻ നോവലിസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ചരിത്രത്തെ ഒരു പഠന ഗ്രന്ഥമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാട്ടിയിട്ടുള്ള അതിസാഹസികമായിട്ടുള്ള ആ നോവലിന്റെ ക്രാഫ്റ്റിലേക്ക് മാറ്റാൻ ശില്പ ഭംഗി വളരെയേറെ എടുത്തു പറയേണ്ടതാണ്. മോഹനൻ, അതായത് പ്രേമനിലെത്ത് കാട്ടിയിട്ടുള്ള നോവലിന്റെ ശില്പഭംഗി, അതുപോലെ തന്നെ നമ്മുടെ സമകാലിക സംഭവങ്ങളായിട്ടുള്ള മുംബൈ കലാപം, ബോംബ് സ്ഫോടന പരമ്പര, ഭീകരാക്രമണം, പ്രളയം, കോവിഡ് തുടങ്ങി മുംബൈയെ നടുക്കിയ വിഷയങ്ങൾ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവയെല്ലാം വെറുതെ പറഞ്ഞു പോകാതെ ഓരോ സംഭവങ്ങളിലേക്കും കൃത്യതയോട് കൂടിയിട്ട് പ്ലേസ്മെന്റ് ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള സൃഷ്ടി വൈദഗ്ധ്യത്തെയും എടുത്തു പറയേണ്ടതാണ്. ചെറിയ പണിയല്ല ഈ കാര്യങ്ങളെയൊക്കെ ഓരോരുത്തരെയും കൃത്യമായിട്ട് പ്ലേസ്മെന്റ് ചെയ്യുക എന്നുള്ളത്. അത് പിന്നെ മുംബൈയിലുള്ള മഹാരാഷ്ട്രയിലെ കർഷകരുടെ ദൈന്യ ജീവിതം, ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശമായ ധാരാവിയിലെ കാഴ്ചകൾ, അലക്കുകാരുടെ ജീവിതം, കോളികളുടെ ജീവചരിത്രം, ചുവന്ന തെരുവിലെ പീഡനങ്ങൾ, നഗരത്തിലെ കലാസാംസ്കാരിക പരിപാടികൾ, തൊഴിലാളി സമരങ്ങൾ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യ പാക് യുദ്ധം, അടിയന്തരാവസ്ഥ, ഗണേശോത്സവം, ദീപാവലി ആഘോഷം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ നോവലിൽ കൃത്യമായിട്ട് കൊണ്ടുവരുന്നു. കാരണം നമുക്ക് ഒരു സാംസ്കാരിക ഭൂമിയെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ മിന്നിമറിയുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ഇപ്പൊ കണ്ണൂർ എന്ന് പറയുമ്പോൾ കണ്ണൂരിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയുണ്ട് നമുക്ക്, എന്തൊക്കെയാണ് കണ്ണൂർ എന്ന്. അതേപോലെ മുംബൈ എന്ന് പറയുമ്പോൾ ആ മുംബൈയിലെ ഓരോ പ്രതലത്തെയും കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ നോവലിലൂടെ
ഈ പ്രേമനിലയത്തിന് കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഈ സംഭവങ്ങൾ ഒക്കെ തന്നെ നമുക്കറിയാം, നമ്മുടെ മനസ്സിലുള്ള മുംബൈയാണ്. നഗരത്തിൽ മലയാളികളുടെ സാങ്കേതികമായ മാട്ടുങ്കയും ഡോബിവാലയും പ്രാധാന്യത്തോടെ അടയാളപ്പെടുത്തുന്നു. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഹാജിയേരി, മണിഭവൻ, GPO, വിക്ടോറിയൻ ടെർമിനൽസ് തുടങ്ങിയ ചരിത്ര നിർമ്മിതികളും പൂനെയിലെ മറാഠ സംസ്കാരവും വായനക്കാർക്ക് കൃത്യമായിട്ട് അനുഭവവേദ്യമാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ പറഞ്ഞു, ഇതൊരു വലിയ ഒരു ബാനറിലാണ് ഈ സിനിമ വരുന്നത്. നമ്മുടെ IV ശശിയുടെ സിനിമ പോലെ ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത്രയും ഏറെ ക്യാരക്ടറുകൾ ഈ കാരണം ഇത്രയും ക്യാരക്ടറുകളെ എങ്ങനെ ഓർമ്മിച്ച് വെച്ച് അതിനെ കണ്ടിന്യൂറ്റി കൊണ്ടുപോവുക എന്ന് പറഞ്ഞ നോവൽ എഴുതുമ്പോൾ വലിയ പ്രയാസമാണ്. നല്ല മെമ്മറി പവർ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ, അതായത് ഞാൻ ഇവിടെ പിന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏകദേശം സത്യനാരായണ രാമചന്ദ്ര യാദവ്, പത്മിനി, ഹംസാബായ്, ഫ്രെഡി, പ്രൊഫസർ ദശരഥ് ഭോസ്ലെ, ജാനകി ബായ്, രസിക, ലക്ഷ്മി, സീതാറാണി, സത്യശീലൻ, വിശ്വനാഥയ്യർ, ശ്രീ രഞ്ജിനി, സാദറുക, സുൽഫത്ത്, മാധുരിബായ്, ചന്ദ്ര യാദവ്, നാനുബായ് ഗാന്ധി, ശ്രീപാദ് ഗോഡ്സെ, മുരുകേഷ് ദോണ്ടെ, നവരോഷ് മിസ്സി, കമേലിയ, ബാലൻ, സൗമിനി, സച്ചിൻ, ശാരദാ മേനോൻ, രാധിക, സ്വർണലത, അനിൽ കദം, വിഭൂതിദാസ്, നവരംഗിലാൽ, ജെയിൻ, ശുഭാംബി ഭട്ട്, വിഭാംഗി നാനാപുരി, ലീന ഫ്രാൻസിസ്, റോഷ്നി, ദീപിക, സൂരി സിംഗ്, വസുദേവ്, ഷാൻബാഗ്, മഹേന്ദ്ര സിംഗ്, ധരംമുത്ത്, രാകേഷ് ഷെട്ടി, ഹേമന്ത് ജെയിൻ, സുൽഫി ബായ്, മുസ്തഫ കമൽ, ദീപക് ഖന്ന, നീരജ്, ഇനിയുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് വായിക്കുന്ന കാരണമാണ്. നേരത്തെ പറഞ്ഞു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാൻസ് ചോദിക്കാൻ പോവുകയാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടറുകൾ ഈ നോവലിലുണ്ട്. അതുകൊണ്ട് പ്രേമാട്ടനെ നിങ്ങൾ എല്ലാവരും സമീപിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അത്രയും ക്യാരക്ടറുകൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാത്തു കിടക്കുകയാണ്. 53 ക്യാരക്ടറുകൾ. അപ്പോ വളരെയേറെ സാഹസികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ചുരുക്കത്തിൽ മുംബൈ അറിയുന്നവർക്ക് ഇതിലെ കഥാപാത്രങ്ങളിലായി നമ്മുടെ ചുറ്റാൻ മുംബൈയെ, നഗരത്തിലെ ഓരോ ആളിലും നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് അവസാനം ഈ നോവലിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ ബോംബെയുടെ ഒരു വലിയ ചിത്രം നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്ന ശ്രീ പ്രേമനിലയത്തിനെ എത്ര പറഞ്ഞാലും എത്ര അഭിനന്ദിച്ചാലും ഇത് ശരിക്കും അർഹതക്കുള്ള അംഗീകാരം തന്നെയാണ്. പലപ്പോഴും നമുക്ക് തോന്നിക്കുക പ്രേമേട്ടന് നമുക്ക് മറ്റുള്ള മാധ്യമങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ സജീവമായിട്ടുള്ള ഇത് തന്നെയാണ് ബെന്യാമിനും സംഭവിച്ചിട്ടുള്ളത്. ബെന്യാമിൻ ഇന്ന് നമ്മുടെ മലയാളത്തിലെ അതിശക്തമായ നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൽ നിന്ന് വളരെയേറെ വലിയ നോവലുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ശരിക്ക് നമ്മുടെ ഒരു 10-20 നോവലുകൾ മലയാളത്തിൽ തന്നെ എടുത്താൽ ആ നോവലിൽ, ഇത് വെറുതെ പറയുന്നില്ല, ഞാൻ കൃത്യമായ അതിന്റെ ഒരു സൂക്ഷ്മമായ ഒരു പഠനത്തെ നടത്തിയിട്ടാണ്. കേശവദേവിന്റെ ഓടയിൽ നിന്ന് ഇതിനെയൊക്കെ തന്നെ ഓരോ നോവലും ഓരോ സവിശേഷതകളും, അതായത് രാജാക്കന്മാരുടെ ഭരണത്തിൽ നിന്ന് സാധാരണ ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓടയിൽ നിന്ന് എന്ന നോവലിലൂടെ കേശവദേവ് നിർവഹിച്ചിട്ടുള്ളത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ, അതിൽ പ്രണയം, അതുപോലെ തന്നെ ഏകാന്തത, തത്വജ്ഞാനം, ഇതൊക്കെ നോവലിൽ വിളക്കിക്കൊണ്ടാണ്. ഓരോ നോവലും നമ്മുടെ സവിശേഷമായ ശ്രദ്ധ പതിക്കുന്നത് അതിൽ ഓരോ പുതിയ ഭാവുകങ്ങൾ ചേർക്കുമ്പോഴാണ്. ഓരോ പുതിയ കാര്യങ്ങൾ നോവലിലേക്ക് പുതിയ വെളിച്ചം പകരുമ്പോൾ, പുതിയ പ്ലേസ്മെന്റുകൾ ഉണ്ടാകുമ്പോഴാണ് നോവലുകൾ ശ്രദ്ധിക്കപ്പെടുന്നത്. യാത്രയുടെ സൗന്ദര്യം പകർന്നു നൽകിയ ഒരു ദേശത്തിന്റെ കഥ നേരത്തെ ഇവിടെ പറഞ്ഞു. ആ ദേശത്തിന്റെ കഥ SK പൊറ്റക്കാടിന്റെ. അതുപോലെ തന്നെ അഗ്നിസാക്ഷി ലളിതാംബിക അന്തർജനത്തിന്റെ വളരെയേറെ സ്ത്രീപുരുഷ രചനയാണ്. അതുപോലെ തന്നെ തേനിക്കുട്ടിക്കാവിന്റെ കഥ പറയുന്ന ആധുനികതയെ എഴുതിയ MB നാരായണപിള്ളയുടെ പരിണാമം, പിന്നെ ക്ലാസിക് രചന എന്നറിയപ്പെടുന്ന കുമങ്കാവ് എന്ന സ്ഥലം ഇതിൻ്റെ അകത്ത് വളരെയേറെ
ഒ വി വിജയന്റെ നോവലിലൂടെ, ടി ബാലകൃഷ്ണൻ സാറിന്റെ കഥ ഇനി ഞാൻ ഉറങ്ങട്ടെ, എം ടിയുടെ രണ്ടാം മുഖം, അതായത് ഭീമസേനന്റെ കഥയിലൂടെയാണ് എം ടിയുടെ രണ്ടാം മുഖം. സി രാധാകൃഷ്ണൻ സാറിന്റെ മുൻപേ പറയുന്ന പക്ഷികൾ, എം മുഹമ്മദിന്റെ മയ്യഴിപ്പുഴയുടെ ദൈവത്തിന്റെ വികൃതികൾ, അൽഫോൻസ് അച്ഛന്റെ അദ്ദേഹത്തിന്റെ കഥ പറയുന്ന ദൈവത്തിന്റെ വികൃതി, ആനന്ദ് ഗോവർദ്ധന്റെ യാത്ര, ഭരണകൂടത്തിന്റെ കഥ പറയുന്ന ഭരണകൂടത്തിന്റെ വ്യത്യസ്ത അധികാര സ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്ര, മലയാറ്റൂരിന്റെ യന്ത്രം, അതായത് ഭരണ യന്ത്രം തിരിക്കുന്നതിന്റെ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് അതിന്റെ പശ്ചാത്തലം വരുന്ന മലയാറ്റൂരിന്റെ യന്ത്രം, പെരുമ്പഴുവത്തിന്റെ ഒരു സങ്കീർത്ത, ദസ്തോയോവ്സ്കിയുടെ കഥ പറയുന്ന ദസ്തോയോവ്സ്കിയുടെ ചിന്തകളും കാര്യങ്ങളും പറയുന്ന, പിന്നെ പി വത്സലയുടെ നെല്ലി, അത് അടിച്ചമർത്തപ്പെടുന്നതിന്റെ വികാരം പ്രകടിപ്പിക്കുന്നതാണ്. പാണ്ഡവപുരം ശ്രീ ആര്യവർവ ശേഷിയുടെ ഭാഷ, ഇതൊക്കെ കൊണ്ട് പാണ്ഡവപുരം ശ്രദ്ധയാർപ്പിക്കുന്നു. സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ, കുലത്തിൽ കുച്ചുണ്ടിയുടെ സ്മാരകശിലകൾ, ആടുജീവിതം ബെന്യാമിന്റെ, വിജയ് ജെയിംസിന്റെ നിരീശ്വരൻ, ധർമ്മപുരാണത്തിന് ശേഷം മനുഷ്യ ശരീരത്തിന് ഇത്രയും, ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് സിറ്റിക്കോയ, ഇതൊക്കെ തന്നെ വളരെയേറെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള നോവലുകളുടെ കൂട്ടത്തിൽ ഈ പ്രേമലീലത്തിന്റെ നഗരത്തിന്റെ മാനിഫെസ്റ്റോ കൂടി ഇടം പിടിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്രയും നല്ല ഒരു ഗ്രേറ്റ് വർക്കാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം പണിയെടുത്തിട്ട് തന്നെ എഴുതിയിട്ടുള്ളതാണ്. അല്ലാണ്ട് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ഏതെങ്കിലും ഇംഗ്ലീഷ് നോവൽ എടുത്ത് കോപ്പി അടിക്കാൻ വേണ്ടി നോക്കിയ സാധനമേ അല്ല എന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഇവിടെ അദ്ദേഹത്തെ ശരിക്കും അർഹതക്കുള്ള അംഗീകാരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. ശ്രീ പ്രേമൻ ഇല്ലത്തിന് അദ്ദേഹം ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ആളാണ്. അവിടെ നിന്ന് സാഹിത്യം എഴുതി അതിന് സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ഒരാളുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഈ ദൗത്യം കണ്ടെത്തിയ അത്തരം ആളുകളെ കണ്ടെത്തുന്ന ഒരു മഹത് വ്യക്തി ഇവിടെയുണ്ട്, നമ്മുടെ ശ്രീശാരൻ. ശ്രീശാരൻ ഒരു വലിയ കാര്യമുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നു. നമുക്കിവിടെ കേരളത്തിൽ നിരവധി സാഹിത്യകാരന്മാരൊക്കെ ഉണ്ട്. പക്ഷേ പ്രവാസ ജീവിതം, ഞാനൊക്കെ പ്രവാസ ജീവിതം കഴിഞ്ഞു വന്ന ആളുകൾ, എൻ്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് സഞ്ചരിക്കുന്നത് പ്രേമസാറിന് അറിയില്ല. ഇപ്പോൾ സിനിമ കഥ പോലെ തന്നെയാണ്. കിടന്നാൽ നമ്മുടെ ജോലിയൊക്കെ കടന്നു കഴിഞ്ഞാൽ ഒരു സിനിമ പോലെ നമ്മുടെ നാട്ടിനോടുള്ള പ്രതിബദ്ധത, എങ്ങനെ ഒരു ചാരിറ്റി ചെയ്യാൻ പറ്റും, എങ്ങനെ സഹായിക്കാൻ പറ്റും, എന്താണ് എൻ്റെ നാട്, എൻ്റെ നാട്ടിൽ യുദ്ധം വേണ്ട, ഈ ലോകത്ത് സമാധാനം വേണം, ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം. ഈ അഷറഫൊക്കെ നമ്മുടെ ഈ അഷറഫൊക്കെ പറഞ്ഞു, യുദ്ധത്തിന് സമാധാനത്തിന് വർഗീയതക്കും എതിരായിട്ടുള്ള ചിന്തകൾ. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാനൊരു സ്പോർട്സ് ആൻഡ് റെസ്ലിങ്ങിൻ്റെ ഒരാൾക്ക് എന്താണ് ഇവിടെ വന്നിട്ടൊരു സംസാരിക്കേണ്ട ഒരു കാര്യം. സംഗീതത്തെ സ്നേഹിച്ചുകൊണ്ടാണ് വേവ്സ് ഓർക്കസ്ട്രയും നീലാംബരിയുമായിട്ടുള്ള ബന്ധത്തിൽ അടുത്ത കാലത്തായിട്ട് ശ്രീശാരനും രമേശാരനും ശ്യാമൾക്കൊക്കെ ആയിട്ടുള്ള ബന്ധം വരാറുണ്ട്. കളിയും അതുപോലെ തന്നെ സ്പോർട്സും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന ആളാണ്. ഒരു ശാരീരികാവസ്ഥ, ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ മാത്രമേ നല്ല ചിന്താഗതിയും അതുപോലെ തന്നെ നല്ല ചിന്തയും ഒക്കെ വരും. അതുകൊണ്ട് സ്പോർട്സും കളിയും സംഗീതവും ഒക്കെ ആയിട്ട് ഇത് കിടഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമുക്കറിയാം, അതിന് പുറമെ 4 വ്യക്തിത്വങ്ങൾ നമ്മളിവിടെ ആദരിക്കുന്നു. സ്പോർട്സ് രംഗത്ത് ഇപ്പോൾ ഇവിടെ പീറ്റേഴ്സ്, ഭാരോദ്വഹനത്തിന് ഒക്കെ വളരെ നമ്മുടെ ഇന്ത്യക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ആള്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാഹിൻ പള്ളിക്കുണ്ട്. അദ്ദേഹം ചെറുപ്പം മുതൽ സ്പോർട്സിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് അദ്ദേഹത്തിന് എല്ലാവർക്കും കൊടുക്കാൻ ഒരു കയ്യടി കൂടി. അതുപോലെ തന്നെ ഇവിടെ സിനിമയുടെ കാര്യം പറഞ്ഞു. സിനിമ എടുക്കുന്ന അസർക്കും അതുപോലെ തന്നെ പ്രൈമറി ഇൻഡസ്ട്രിയുള്ള ഒരു കാര്യം എനിക്ക് ഏതായാലും അഭിനയിക്കാൻ ചേർത്ത് ഞാൻ ചോദിക്കുന്നില്ല. നമ്മുടെ ഭിന്നശേഷി കുട്ടികളുണ്ട്, അവർ നല്ല കലാകാരന്മാർ, നല്ല ഡാൻസർമാരാണ്. അവരെ സിനിമയിൽ ഏതെങ്കിലും ഒരു മുഖം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ആ ഒരു അവസരം കൊടുക്കണം എന്ന് ഞാൻ ഈ വേദിയിൽ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ച നീലാംബരിയുടെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ സമുന്നതരായിട്ടുള്ള ഇവിടെ പങ്കെടുത്ത എല്ലാവരും, രാജരത്നം റെസ്ലിംഗ് ആൻഡ് സ്പോർട്സിന്റെ പേരിലും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ പേരിലും ഈ നീലാംബരിയുടെക്കും എല്ലാവർക്കും ഞാൻ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് പ്രേമൻ സാറിനും ഈ ഒരു അവാർഡ് ജേതാവ് ഞാൻ അറിയാൻ സാധിച്ചത്
അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കുറേ ആൾ വന്നു, അവർക്ക് കൊടുക്കാൻ അവർ കഴിയും. അത് ആ സ്നേഹവും അതിൻ്റെ ഒരു നമ്മുടെ ഒരു കടമയാണ്. നമ്മുടെ ഒരു നാട്ടിലുള്ള ഒരു സാഹിത്യകാരനെ ഇത്രയും ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, ഒന്നിച്ച് ഒപ്പം നടക്കുന്നുണ്ട്, ഒപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്രീശാഖൻ. ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കി ഇത്തരം വേദികൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറു ആശംസകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ.